ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കുമേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഇന്ത്യയ്ക്ക് ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി. ഇതിനകം തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരിക്കുന്ന 25% തീരുവ താങ്ങാനാകാത്തതാണെന്നും റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ചൂണ്ടിക്കാട്ടി അത് 50%ആക്കി ഉയർത്തിയതോടെ സ്ഥിതി കൂടുതൽ വഷളായെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ വിഷയത്തിൽ കൂടി 25% അധിക തീരുവ ചുമത്തിയാൽ അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതികൾക്ക് മൊത്തം 75% വരെ തീരുവ നൽകേണ്ടി വരുമെന്ന് തരൂർ ചൂണ്ടിക്കാട്ടി. ഇത്തരമൊരു നിരക്കിൽ അമേരിക്കൻ വിപണിയിലേക്ക് കയറ്റുമതി നടത്തുന്നത് ഒരു ഇന്ത്യൻ കമ്പനിക്കും ലാഭകരമാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. പുതിയതായി ചുമതലയേറ്റ US അംബാസിഡർ സെർജിയോ ഗോറിന് ഇന്ത്യ-US വ്യാപാര ചർച്ചകളിൽ നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന പ്രതീക്ഷയും പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ തരൂർ പ്രകടിപ്പിച്ചു. ഇന്ത്യക്കുമേൽ അമേരിക്ക ചുമത്തുന്ന താരിഫ് വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ആശങ്കയിലാണെന്ന് തരൂർ വ്യക്തമാക്കി. ഇന്ത്യയുമായി US വിപണിയിൽ മത്സരിക്കുന്ന വിയറ്റ്നാം, തായ്ലൻഡ്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾക്ക് ശരാശരി 15 മുതൽ 19% വരെയാണ് തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇത് ഇന്ത്യയെ മത്സരത്തിൽ പിന്നോക്കമാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മരുന്നുകൾ പോലുള്ള ചില ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ മാത്രം US ഒഴിവാക്കിയിട്ടുണ്ടെന്നും അവ മാത്രമാണ് നിലവിൽ US വിപണിയിൽ ലാഭകരമായി വിൽക്കാൻ ഉതകുന്നതെന്നും തരൂർ വ്യക്തമാക്കി. മറ്റുൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും എന്നാൽ നിലവിലെ സാഹചര്യം അതീവ ഗുരുതരമാണെന്നാണ് തന്റെ വിലയിരുത്തലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ വിഷയത്തിൽ ട്രംപ് ഭരണകൂടം നിലപാട് കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് തരൂരിന്റെ പ്രതികരണം. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്ന ഭീഷണിക്ക് പുറമെ പ്രതിഷേധകരെ പിന്തുണയ്ക്കുന്നതിനായി സൈനിക നടപടികൾ വരെ പരിഗണിക്കാമെന്ന സൂചനയും ട്രംപ് നൽകിയിരുന്നു. എന്നാൽ ഉടൻ സൈനിക നടപടിയില്ല എന്ന നിലപാട് ട്രംപ് പിന്നീട് പ്രഖ്യാപിക്കുകയും ചെയ്തു.